മുസ്ലിം ലീഗിന്റെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി നിയമക്കുരുക്കിൽപ്പെട്ടതോടെ ഗുണഭോക്താക്കൾക്ക് ആശങ്ക. 16-ന് ലാൻഡ് ബോർഡിന് മുമ്പാകെ ഹാജരായി രേഖകൾ ഹാജരാക്കി പ്രശ്നം പരിഹരിക്കുമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. സർക്കാർ ലീഗിന്റെ പുനരധിവാസ പദ്ധതി മുടക്കാൻ ശ്രമിക്കുകയാണെന്ന് PMA സലാം ആരോപിച്ചു. ഈ പാവപ്പെട്ട 700ഓളം വരുന്ന പാവപ്പെട്ട ജനത അവരെ സഹായിക്കാനുള്ള പദ്ധതികളുമായി വരുമ്പോൾ അതിന് തടസ്സം നിൽക്കുകയാണ്. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ശരിയാണ്, ഞങ്ങൾ വാങ്ങിയ ഭൂമിക്ക് കുഴപ്പമുണ്ട്, രേഖകൾ ഹാജരാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 14-ാം തീയതിയും 16-ാം തീയതിയുമായി ഞങ്ങൾക്ക് ഭൂമി വിറ്റ ആളുകൾ രേഖ ഹാജരാക്കും. ഇത് നീട്ടിക്കൊണ്ടുപോകുക ഗവൺമെന്റിന് സാധിക്കുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, എല്ലാം നഷ്ടപ്പെട്ടവർക്കൊരു ആശ്വാസമായിരുന്നു ഇത്തരം പ്രഖ്യാപനങ്ങളും പദ്ധതികളുമൊക്കെ. ഇപ്പോഴത്തെ ഈ ഒരു പദ്ധതിയിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള നിയമക്കുരുക്കുകൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ആളുകൾക്കൊക്കെ വലിയ ആശങ്കയുമാണ്. എന്താണ് ലീഗിന്റെ ഇനിയുള്ള നീക്കം? അവരുടെ നടപടികൾ എങ്ങനെയായിരിക്കും? ജലലക്ഷ്മി, മുസ്ലിം ലീഗിന്റെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി അത് നിയമക്കുരുക്കിലേക്ക് പോവുകയാണെന്ന് മാതൃഭൂമി ഇന്ന് രാവിലെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം നേരത്തെയൊക്കെ ഇത്തരമൊരു നിയമപ്രശ്നങ്ങളില്ല, അങ്ങനെ ഒരു നിയമക്കുരുക്കില്ല എന്നും അങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നുമായിരുന്നു ലീഗ് നേതൃത്വം പറഞ്ഞത്. പക്ഷേ അല്പസമയം മുമ്പാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ഇത്തരമൊരു നോട്ടീസ് ലാൻഡ് ബോർഡിൻ്റെ പക്കൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ 16-നകം ലാൻഡ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി തങ്ങൾ ഇക്കാര്യം വിശദീകരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതായത് നിയമപ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ലാൻഡ് ബോർഡിന് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. അതായത് ലാൻഡ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കി ഈ ഭൂമി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും, തോട്ടഭൂമിയുടെ ആ നിയമപരിധിയിൽ വിടുന്നതല്ല എന്ന് തെളിയിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ മറ്റ് നിയമ നടപടികൾ കൂടി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയമായ ഒരു പ്രതിരോധം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതായത് സർക്കാർ മുസ്ലിം ലീഗിന്റെ ഈ പുനർനിർമ്മാണ പദ്ധതി, അവിടെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്. സർക്കാരിന്റെ പദ്ധതി പാതി വഴി നിൽക്കുകയാണ്. അപ്പോൾ ലീഗ് ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെ തകർക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ സംവിധാനങ്ങളായ വില്ലേജ് ഓഫീസറും ലാൻഡ് ബോർഡും ഒക്കെ ഇങ്ങനെ നോട്ടീസ് അയച്ച് നിയമക്കുരുക്കിൽ പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രതിരോധവും ഇപ്പോൾ ലീഗ് നടത്തുകയാണ്. PMA സലാം ഇക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ